തിരുവനന്തപുരം നെയ്യാറ്റിൻകര വെള്ളറടയിൽ മുളകുപൊടി എറിഞ്ഞ് വീട്ടമ്മയുടെ മാല കവർന്നു. ദേവപുരം സ്വദേശി തങ്കമ്മപിള്ളയുടെ 3 പവനോളം തൂക്കം വരുന്ന മാലയാണ് കവർന്നത്. മുഖവും തലയും മറച്ച് റെയിൻകോട്ട് ധരിച്ചായിരുന്നു മോഷ്ടാവ് വീട്ടിനുള്ളിൽ പ്രവേശിച്ചത്. വിവരങ്ങൾ അമൽ തേനമ്പറമ്പിൽ നൽകും. അമൽ, എപ്പോഴായിരുന്നു ഈ സംഭവം? മോഷ്ടാവ് ആരാണ് എന്നത് സംബന്ധിച്ച് എന്തെങ്കിലും സൂചന ലഭിക്കുന്നുണ്ടോ? പോലീസ് എന്താണ് പറയുന്നത്? ഇന്ന് വൈകിട്ട് നെയ്യാറ്റിൻകരയിലെ വെള്ളറടയിലായിരുന്നു ഈ മോഷണം നടന്നത്. മുളകുപൊടി എറിഞ്ഞ ശേഷമാണ് വീട്ടമ്മയുടെ മാല കവർന്നിരിക്കുന്നത്. ദേവിപുരം സ്വദേശിയായിട്ടുള്ള തങ്കമ്മപിള്ള, 62 വയസ്സുണ്ട് അവർക്ക്. അങ്ങനെ അവരുടെ കഴുത്തിലുണ്ടായിരുന്ന 3 പവന്റെ മാലയാണ് ഈ മോഷ്ടാവ് കവർന്നത്. വീട്ടിൽ മറ്റാരും ഉണ്ടായിരുന്നില്ല. ആ സമയത്ത് അടുക്കളയുടെ ഭാഗത്ത് ഈ മോഷ്ടാവ് നിൽക്കുകയായിരുന്നു. അതിനുശേഷം ഈ വയോധികയുടെ തലമുടിയിൽ കുത്തിപ്പിടിച്ച ശേഷം മുഖത്ത് മുളകുപൊടി എറിഞ്ഞു. അതിനുശേഷമാണ് മാല പൊട്ടിച്ച് കടന്നു കളഞ്ഞത്. തങ്കമ്മയുടെ നിലവിളി കേട്ടിട്ട് തൊട്ടടുത്തുള്ള വീട്ടിലെ ആളുകളൊക്കെ ഓടിയെത്തിയിരുന്നു. പക്ഷെ അപ്പോഴേക്കും ഈ മോഷ്ടാവ് കടന്നു കളഞ്ഞു. ആളാരെന്ന് തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടില്ല. മുഖവും തലയുമെല്ലാം ഒരു റെയിൻകോട്ട് ഇട്ട് മറച്ചാണ് ഈ മോഷ്ടാവ് വീട്ടിലേക്ക് എത്തിയത്. അതിനാൽ തന്നെ ആരെ എന്ന കാര്യത്തിൽ വ്യക്തതയില്ല. പക്ഷെ ആ വീടിനെ പറ്റി അറിയാവുന്ന ആളുകൾ എന്നുള്ള തരത്തിൽ തന്നെയാണ് നാട്ടുകാരും മറ്റും പറയുന്നത്. നിലവിൽ എന്തായാലും പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. അധികം വൈകാതെ പ്രതിയെ പിടികൂടാൻ കഴിയും എന്നാണ് പോലീസ് പ്രതീക്ഷിക്കുന്നത്. CCTV ദൃശ്യങ്ങളൊക്കെ സമീപ പ്രദേശത്തെ പോലീസ് ശേഖരിച്ചു വരികയാണ്. ഈ തങ്കമ്മയ്ക്ക് ചെറിയ പരിക്കുണ്ട്. അതിനാൽ തന്നെ തൊട്ടടുത്തുള്ള സാമൂഹ്യാരോഗ്യ കേന്ദ്രത്തിൽ ചികിത്സ തേടുകയും ചെയ്തു.